ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞു അല്ലേ? നമ്മളൊരു പ്രവർത്തനത്തിലേക്ക് നീങ്ങാനായിട്ടുള്ള ആവശ്യകരമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. നമുക്ക് കടുത്ത സത്യസന്ധത ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. ഒരു തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനം വേണമെന്ന് മനസ്സിലായി. വില്ലിങ്നെസ്, ഇത് ചെയ്യാനുള്ള അതിയായ ആഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ തയ്യാറെടുക്കൽ നമ്മൾ തയ്യാറായി. അപ്പോൾ ഇതിന് നമ്മൾ തയ്യാറായതിന് ശേഷം അടുത്തത് നമ്മൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ എക്സസ് 5 എന്ന് പറയുന്ന പേജിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒന്നാം പടി പറയുന്നത് വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ ദാറ്റ് അവർ ലൈവ്സ് ഹാഡ് ബിക്കം അൺമാനേജബിൾ. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് സമ്മതിച്ചു, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. അപ്പോൾ ഒരു അഡ്മിഷൻ, എന്തുകൊണ്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തത് അല്ലെങ്കിൽ സമ്മതിച്ചത്? നമ്മുടെ മദ്യത്തിൻ്റെ ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട്, ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനാണ്, അതിശക്തനാണ്, സൂത്രശാലിയാണ് മദ്യമെന്ന്. അപ്പോൾ അതിശക്തനായ ഒരു മദ്യത്തിന് മുന്നിൽ ആൽക്കഹോളിക്കായ ഷിബു പവർലെസ്സാണ്, ശക്തിയില്ലാത്തവനാണ് എന്ന് സമ്മതിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തിൽ പഠിച്ചതാണ്. എങ്കിലും നമ്മൾ ഒന്നും കൂടി അതിനെപ്പറ്റി ചിന്തിക്കാൻ പോവുകയാണ്. മദ്യം കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് എപ്പോഴാണ് ഈ ക്രേവിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആർത്തി ഉണ്ടാവുക, വീണ്ടും വീണ്ടും കുടിക്കണമെന്ന തോന്നലുണ്ടാവുക? അതെപ്പോഴും ആദ്യത്തെ കുടി എൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ മാത്രമാണ്. എൻ്റെ ശരീരത്തിൽ ആദ്യത്തെ ഡ്രോപ്പ് മദ്യം ചെല്ലുമ്പോഴാണ് എനിക്ക് ക്രേവിങ് ഉണ്ടാവുക, വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ള തോന്നൽ. അപ്പോൾ നമ്മൾ ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തിൻ്റെ ചാർട്ടിൽ പറയുന്നത്, ഒരു പെഗ് എടുത്ത് കഴിയുന്ന ഒരു സാധാരണ കുടിയൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡ്രിങ്കർ ഒരു പെഗ് എടുത്ത് കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അത് പ്രവേശിച്ച് കഴിയുമ്പോൾ അത് അസറ്റാൽഡെഹൈഡും അതിനുശേഷം അത് ഡയബറ്റിക് ആസിഡും പിന്നെ അസറ്റോണുമായി മാറുന്നു. ഈ അസറ്റോണായി മാറിയ ഈ മദ്യം വാട്ടർ, ഷുഗർ, കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ വെള്ളം, പഞ്ചസാര, കാർബൺ ഡയോക്സൈഡായിട്ട് വിഘടിക്കുകയും ചെയ്യുന്നു. അവിടെ അവൻ്റെ ശരീരത്തിലൊരു നോർമൽ പ്രവർത്തനമായിട്ട് അത് നടക്കുന്നു. എന്നാൽ ഇതേ സമയം നമ്മളെപ്പോലെയുള്ള ഫിസിക്കലായിട്ട് അലർജിയുള്ള അല്ലെങ്കിൽ ഡിസീസുള്ള മറ്റേ ആളുകൾക്ക് ഈസാണ്, അനായാസകരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഡിസീസാണ്, നമുക്ക് അനായാസകരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഈ മദ്യം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. അസറ്റാൽഡെഹൈഡായിട്ട് മാറുന്നു, പിന്നെ ഡയബറ്റിക് ആസിഡായിട്ട് മാറുന്നു. പക്ഷേ അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ അതായത് അസറ്റോൺ ലെവല് ക്രിയേറ്റ്സ് എ ക്രേവിങ്. അതായത് ഈ അസറ്റോൺ എന്ന് പറയുന്ന മറ്റ് സാധാരണ മദ്യപാനിക്ക് അസറ്റോൺ ചെന്നിൻ്റെ ഇത് സാധാരണ നിലയിൽ വാട്ടർ, ഷുഗർ, കാർബൺ ഡയോക്സൈഡ് മാറുന്നു. പക്ഷേ നമുക്ക് അതൊരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് പ്രോസസ്സിലേക്ക് മാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്രേവിങ്, വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ള ഒരാർത്തി രൂപപ്പെടുകയും നമ്മൾ 2, 3, 4 അങ്ങനെ പ്ലസ് ആയിട്ട് വീണ്ടും കുടിക്കാനായിട്ട് പോവുകയും നമുക്ക് റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടൻറ്റ്, വീണ്ടും അസ്വസ്ഥനും ശുണ്ഠിക്കാരനും അസംതൃപ്തനുമായിട്ട് നമ്മൾ ഒരുപാട് കുടിക്കുകയും അതേ സമയത്ത് ഒരുപാട് കുറ്റബോധം, ഭയം, സെൽഫ് പിറ്റി, സ്വയം സഹതാപം, റിസൻമെൻറ്റ്സ്, നീരസം, മറ്റുള്ളവരെ കുറ്റം പറച്ചിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയും നമ്മുടെ പ്രോബ്ലം പിന്നീട് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനത്തെയാണ് ശാരീരികമായ അലർജി എന്നും മെൻ്റൽ ഒബ്സഷനും എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അപ്പോൾ ഒരു സാധാരണ മദ്യപാനിക്ക് അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന സാധാരണ മദ്യപാനിക്ക് കുഴപ്പമില്ലാത്ത മദ്യം അസാധാരണ മദ്യപാനി അല്ലെങ്കിൽ ആൽക്കഹോളിക്കായി തീർന്ന ഒരു മദ്യപാനിക്ക് കുഴപ്പമായിട്ട് മാറുകയും അവൻ പവർലെസ് ഓവർ ആൽക്കഹോളിന് മുന്നിൽ ശക്തിഹീനനായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു അഡിക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ കുടി കുടിക്കുക, എനിക്ക് കുടിക്കണമെന്നുള്ള ആ തോന്നൽ വരുന്നത് ഒരു അഡിക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഞാനൊരു മദ്യത്തിന് അടിമയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ മദ്യത്തിന് മുമ്പിൽ പവർലെസ് ആയതുകൊണ്ടാണ് ആ പ്രോസസ്സ് വരുന്നത്. പക്ഷേ ഞാൻ ആ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുകയാണെങ്കിൽ ഷിബു എന്ന് പറയുന്ന എൻ്റെ ശരീരത്ത് അത് പ്രവേശിക്കുകയും അസറ്റാൽഡെഹൈഡും ഡയബറ്റിക് ആസിഡായി മാറുകയും അടുത്ത സ്റ്റേജിലുള്ള അസറ്റോൺ ലെവലിലേക്ക് മാറുമ്പോൾ അതൊരു ക്രേവിങ്, വീണ്ടും ആർത്തി എന്ന പ്രതിഭാസം ഷിബുവിൻ്റെ ശരീരത്തിലുണ്ടാവുകയും ഷിബു കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. എല്ലാ കുടിയുടെ എപ്പിസോഡുകളും ഇത് തന്നെ ഞാൻ ആവർത്തിക്കുന്നു. ഒരിക്കലും ഒരു പെഗ് അടിക്കണം അല്ലെങ്കിൽ 2 പെഗ് അടിക്കണം, ഇന്ന് സമാധാനമായിട്ട് വീട്ടിൽ വരണമെന്ന്
ആഗ്രഹിച്ചിരുന്ന എനിക്ക് ഒരിക്കലും അത് സാധിച്ചിരുന്നില്ല. എപ്പോൾ കുടിക്കുന്നുവോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിലേക്കാണ് ഞാൻ കടന്നു വന്നത്. അതുകൊണ്ടാണ് ഞാൻ പവർലെസ് ഓവർ ആൽക്കഹോളായിട്ട് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന് സമ്മതിക്കേണ്ടി വന്നത് എൻ്റെ ശരീരം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഡോക്ടർ പറയുന്നത്, ഇവർക്കും ഇവരെപ്പോലുള്ള ധാരാളം പേർക്കും പൊതുവായ ഒരു ലക്ഷണമുണ്ട്. ആർത്തി എന്ന പ്രതിഭാസമില്ലാതെ ഇവർക്ക് കൂട്ടി തുടങ്ങാൻ സാധിക്കുകയില്ല. ശാരീരികമായ അലർജി നമ്മൾ കണ്ടതാണ്. അതായത് ഏതെങ്കിലും ഭക്ഷണം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, പൊറോട്ട കഴിച്ചിട്ട് അലർജി വരുന്ന ഒരു മൈദ അലർജിയുള്ള ഒരാൾ, ഒരു പെൺകുട്ടി മരിച്ചു എന്ന്. അപ്പോൾ അവളുടെ ശരീരത്ത് പൊറോട്ട അല്ലെങ്കിൽ മൈദ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെയാണ് ഈ അലർജിയായിട്ട് വരികയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. അതേസമയം ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളുടെ മദ്യമാണ് ഒരു അലർജിയുടെ രൂപത്തിൽ വന്നത് വെച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കുക എന്ന് പറയുന്ന അലർജി രൂപത്തിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് ആൽക്കഹോളിക് ആയിട്ടുള്ള നമ്മളെ ഒരു പ്രത്യേകതരം സൃഷ്ടികളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ പറയുന്നത് നമ്മളെല്ലാവരും ഒരു പ്രത്യേകതരം സൃഷ്ടികളാണ്, അതുകൊണ്ട് നമ്മളൊരു വർഗ്ഗമാണെന്ന് പറയും. നമ്മളൊരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു വർഗ്ഗമാണ്, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ആൽക്കഹോളിക്കുകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പക്ഷേ എൻ്റെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ സഹോദരന്മാർക്കോ എൻ്റെ മറ്റുള്ള ആളുകൾക്കൊന്നും ഈ ക്രേവിങ് അല്ലെങ്കിൽ ഈ അലർജി വരണമെന്നില്ല. എൻ്റെ ശരീരത്തിനാണ് ഈ അലർജി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും കുടിക്കുന്നത്. അങ്ങനെ ഈ ആർത്തി എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ ഏത് തരത്തിലുള്ള ചികിത്സാ രീതി കൊണ്ടും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയില്ല എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളോട് പറയുന്നു. നീ എന്ത് ചികിത്സ ചെയ്തിട്ടും കാര്യമില്ല, വീണ്ടും കുടിക്കുക എന്ന് പറയുന്ന ഒരു സന്ദർഭം നിനക്ക് നമ്മുടെ ശരീരത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ദിവസത്തേക്ക് നമുക്ക് അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ പടികൾ ചെയ്യണമെങ്കിൽ നമ്മൾ പൂർണ്ണമായും കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു പരിഹാരമാണ് ആദ്യം വേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഈ പടികളിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അലർജിക് ടൈപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് ഏത് തരം ആൽക്കഹോൾ, ഇപ്പോൾ എനി ഫോം ഓഫ് ആൽക്കഹോൾ, ഇപ്പോൾ വൈനായിക്കോട്ടെ, ബീറായിക്കോട്ടെ, കള്ളായിക്കോട്ടെ, ചാരായമായിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന വീഞ്ഞായിക്കോട്ടെ, എന്ത് ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ആൽക്കഹോളായാലും നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രേവിങ് ഉണ്ടാവും. നമുക്കറിയാം, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കുടിക്കുന്നത് സന്തോഷത്തിനും അവർക്ക് എൻജോയ്മെൻറ്റ് നടത്തുന്നതിനും വേണ്ടിയാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള ആൽക്കഹോളിക്കുകൾ വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാധ്യതയല്ല ഉള്ളത്. വീണ്ടും അലർജിക്കായി മാറുകയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കുടിയും, നമ്മൾ 2 എണ്ണം അടിക്കണമെന്ന് വിചാരിച്ച് പോയിട്ടുള്ള ഓരോ കുടിയും അവസാനിപ്പിച്ചിരിക്കുന്നത് അമിതമായ കുടിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയാണ്. സോഷ്യൽ ഡ്രിങ്കേഴ്സായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അവർ ഈ പറയുന്ന ഒരു ഇമ്പാക്റ്റ്, ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ആനന്ദം അവരുടെ ഇതിൽ ശരീരത്തിൽ പ്രയോഗിക്കുമ്പോൾ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു തന്മാത്ര ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ അവരെ സഹായിക്കുന്നു. പക്ഷേ ആൽക്കഹോളിക്കിനുള്ള ഒരു കുഴപ്പം ഈ അലർജി ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും കുടിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും. സാധാരണ കുടിയന്മാരുടെ മൈൻഡ് പോലെയല്ല നമ്മുടെ മൈൻഡ്. നമുക്ക് പെട്ടെന്ന് ഒരു ഒബ്സഷൻ, വീണ്ടും വീണ്ടും കുടിക്കാനുള്ള ഒരു ഒബ്സഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ മൈൻഡും ഒരു അബ്നോർമലാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ പൊതുവായിട്ടുള്ള ഒരു സിംറ്റമാണ് ക്രേവിങ് അല്ലെങ്കിൽ ആർത്തി. ഒരു ലക്ഷണമാണ്, എല്ലാ ആൽക്കഹോളിക്കിനുമുള്ള ഒരു ലക്ഷണമാണ് ആർത്തി.